പ്രത്യേക അജണ്ടയുടെ ഭാഗമായാണ് ഉപരാഷ്ട്രപതി പദവിയിൽ നിന്ന് ജഗ്ദീപ് ധൻഖറിനെ മാറ്റി CP രാധാകൃഷ്ണനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് വരും നാളുകളിൽ കൂടുതൽ വ്യക്തമാകും എന്നും KC. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. KC വേണുഗോപാൽ MP മാതൃഭൂമിയോടൊപ്പം ചേരുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ എന്താണ്? സഖ്യത്തിന്റെ വോട്ടുകൾക്ക് അപ്പുറത്ത് പോകാൻ കഴിയുന്ന പ്രതീക്ഷയല്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാഹചര്യത്തിൽ സഖ്യത്തിന് അപ്പുറത്തുള്ള ആളുകളുടെയൊക്കെ പിന്തുണ തേടാൻ വേണ്ടി പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി ഒരു മുൻ ജസ്റ്റിസ് ആയതുകൊണ്ടുള്ള ഗുണം ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ലഭിക്കും. അല്ല, സ്വാഭാവികമായിട്ട് മുൻ ജസ്റ്റിസ് മാത്രമല്ല, അദ്ദേഹം ഏറ്റവും കൊള്ളാവുന്ന ഈ പദവിയിലേക്ക് ഏറ്റവും കൊള്ളാവുന്ന ഒരാളെയാണ് പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നോക്കാം എന്താണെന്ന്. ഒരു കാര്യം കൂടി, ഈ ധൻഖറിനെ മാറ്റി CP രാധാകൃഷ്ണനെ കൊണ്ടുവരാൻ BJP ശ്രമിക്കുമ്പോൾ അവർ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്നാണ് KCക്ക് തോന്നുന്നത്? അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവത്തേ ഉള്ളൂ. എന്തുകൊണ്ട് ധൻഖർ രാജിവെച്ചു? ആ ചോദ്യത്തിന് ഇപ്പോഴും രാജ്യത്തിന് മറുപടിയില്ല. അദ്ദേഹത്തിന്റെ ഒരു ഔപചാരികമായിട്ടുള്ളൊരു കത്തിൽ തീരുന്നതല്ല രാജി എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. രാജ്യം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതാണ് പുതിയ സ്ഥാനാർത്ഥി, പുതിയ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും എന്തോ അജണ്ടയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നുള്ളത് വ്യക്തമാണ്. ശരി, താങ്ക് യു. എന്തായാലും ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ള ആളുകളുടെ പിന്തുണയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് KC വേണുഗോപാൽ പറയുകയാണ്. സ്റ്റീഫൻ മാത്യുവിനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.